നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആദിവാസികളുടെ ചോര വീണ സമരമാണ് മുത്തങ്ങ സമരം. മുത്തങ്ങ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനായ KV വിനോദ് കുമാർ കൊല്ലപ്പെട്ട കേസിൽ 23 വർഷങ്ങൾക്ക് ശേഷം വിധി വന്നിരിക്കുകയാണ്. കേസിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് കോടതി ഇന്ന് വിധി പറഞ്ഞത്. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവായ M ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ളവരാണ് കുറ്റവിമുക്തരാക്കപ്പെട്ടത്. കേസിൽ ആകെ 57 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 13 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. രണ്ടാം പ്രതി അശോകൻ മാത്രമാണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. അദ്ദേഹവും ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ കോടതി ശിക്ഷ വിധിച്ചില്ല. പോലീസ് ഉദ്യോഗസ്ഥനായ KV വിനോദ് കുമാറിനെ അശോകൻ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. അതേസമയം മറ്റൊരു പോലീസുകാരന് നേരെയുണ്ടായ വധശ്രമ കേസിൽ ഗീതാനന്ദനെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 5 വർഷത്തെ തടവിന് ശിക്ഷിച്ചിട്ടുമുണ്ട്. കേരളത്തിലെ ആദിവാസി ജനത ഭൂമിക്ക് വേണ്ടി നടത്തിയ ചരിത്രപ്രസിദ്ധമായ പോരാട്ടമാണ് മുത്തങ്ങ സമരം. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആദിവാസി സമൂഹം സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നത്. 2003 ഫെബ്രുവരി 19 സമരം അക്രമാസക്തമാവുകയും പോലീസ് വെടിവെപ്പിൽ കലാശിക്കുകയുമായിരുന്നു. നിരന്തരമായ ചൂഷണങ്ങളുടെ ഭാഗമായി കേരളത്തിലെ ആദിവാസി സമൂഹത്തിൻ്റെ ജീവിതം നരകതുല്യമായിരുന്നു. 2000 ആണ്ടോടെ അവരുടെ കഷ്ടപ്പാടുകൾ പാരമ്യതയിലെത്തി. മാറി മാറി വരുന്ന സർക്കാരുകൾ അവർക്ക് നൽകിയത് വാഗ്ദാനങ്ങളും പിന്നീട് അവഗണനയും മാത്രമായിരുന്നു. സംസ്ഥാനത്തെ ആദിവാസി സമൂഹത്തിനിടയിൽ സർക്കാരിനെതിരെ അന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ടായിരുന്നു. 2001 ആദിവാസി ഊരുകളിൽ പട്ടിണി മരണങ്ങൾ വ്യാപകമായി. ഇതാണ് അവരെ പ്രത്യക്ഷ സമരത്തിലേക്ക് നയിച്ചത്. ആദിവാസി മഹാസഭയുടെ നേതൃത്വത്തിൽ ആദിവാസികൾ സംഘടിച്ച് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിൽ കെട്ടി സമരം ആരംഭിച്ചു. CK ജാനുവും M ഗീതാനന്ദനും ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. 48 ദിവസം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ AK ആൻ്റണി സർക്കാർ ആദിവാസികൾക്ക് മുന്നിൽ മുട്ടുകുത്തി. ആദിവാസികൾക്ക് 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെ ഭൂമി നൽകാമെന്ന് സർക്കാർ വാഗ്ദാനം നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദിവാസികൾ സമരം അവസാനിപ്പിച്ചു. എന്നാൽ അവരുടെ സന്തോഷം ഏറെ നാൾ നീണ്ടു നിന്നില്ല. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സർക്കാർ വാഗ്ദാനം പാലിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ആദിവാസികൾ വീണ്ടും സമരത്തിനിറങ്ങി. 2003 ജനുവരി മാസത്തിൽ സമരക്കാർ കുടുംബത്തോടെ മുത്തങ്ങ വനമേഖലയിൽ പ്രവേശിച്ചു. കുടിലുകൾ കെട്ടി സമരം ആരംഭിച്ചു. വനഭൂമി കയ്യേറിയ ആദിവാസികൾക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് അന്നത്തെ AK ആൻ്റണി സർക്കാർ തീരുമാനിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അതിക്രൂരമായ പോലീസ് നടപടികളിലൊന്നാണ് പിന്നീട് കേരളം കണ്ടത്. പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ നരനായാട്ടിനാണ് ഫെബ്രുവരി 19 പകൽ സാക്ഷ്യം വഹിച്ചത്. സമരക്കാരുടെ ഭാഗത്തു നിന്നും പ്രതിരോധം ഉണ്ടായതോടെ പോലീസ് ലാത്തിച്ചാർജും കണ്ണീർവാതക പ്രയോഗവും നടത്തി. തുടർന്ന് നിരായുധരായ ആദിവാസികൾക്ക് നേരെ പോലീസ് 18 റൗണ്ട് വെടിയുതിർത്തു. കുടിലുകൾ കത്തിച്ച് ചാമ്പലാക്കി. പോലീസ് വെടിവെപ്പിൽ ആദിവാസി യുവാവ് ജോഗി കൊല്ലപ്പെട്ടു. ആദിവാസികളുമായുള്ള സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനായ KV വിനോദ് കുമാറും കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സമരക്കാർക്ക് നേരെ മുത്തങ്ങയിൽ നടന്ന പോലീസ് നടപടിയേക്കാൾ ക്രൂരമായിരുന്നു അതിനുശേഷം നടന്ന പ്രതികാര നടപടികൾ. സംഘർഷത്തിൽ പോലീസുകാരൻ മരിച്ചതോടെ വയനാട്ടിലെ ആദിവാസി ഗ്രാമങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ പോലീസ് ഇരച്ചുകയറി. പ്രതികളെ പിടിക്കാനെന്ന പേരിൽ പോലീസ് ഇവിടങ്ങളിൽ വൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും പോലും മർദ്ദിക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആദിവാസി നേതാക്കളായ CK ജാനുവിനെയും M ഗീതാനന്ദനെയും കസ്റ്റഡിയിലെടുത്ത് ഭീകരമായി മർദ്ദിച്ചു. മുത്തങ്ങയിൽ തമ്പടിച്ചിരുന്ന ആദിവാസികളെ ഒഴിപ്പിക്കുന്നതിൽ പോലീസ് വൻ പരാജയമായിരുന്നുവെന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടു. വഞ്ചിക്കപ്പെട്ട ജനവിഭാഗത്തെ അനുനയിപ്പിക്കുന്നതിനു പകരം സർക്കാർ ബലപ്രയോഗത്തിന് മുതിർന്നത് വലിയ വിമർശനത്തിനിടയാക്കി. കൃഷിഭൂമിയും തൊഴിലും വാഗ്ദാനം ചെയ്യപ്പെട്ടു വഞ്ചിക്കപ്പെട്ട ആദിവാസികളെ തല്ലിച്ചതച്ചത് മനുഷ്യത്വരഹിതമായ നടപടിയായി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ കുടിൽകെട്ടി സമരം ആൻ്റണി സർക്കാരിൻ്റെ പ്രതിച്ഛായയെ വല്ലാതെ ബാധിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രതികാര നടപടിയായി പോലീസിൻ്റെ ഈ നരനായാട്ടിനെ ജനം വിലയിരുത്തി. നിരായുധരായ ജനക്കൂട്ടത്തെ ഒഴിപ്പിക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടത് സർക്കാരിനെ നാണം കെടുത്തി. മുത്തങ്ങ വെടിവെപ്പിന് ശേഷം ആദിവാസികളെ അനുനയിപ്പിക്കാൻ സർക്കാർ മുത്തങ്ങ പാക്കേജ് പ്രഖ്യാപിച്ചു. സമരത്തിന് നേരെ നടന്ന വെടിവെപ്പും പിന്നീട് ആദിവാസി കോളനികളിൽ നടന്ന പോലീസ് ക്രൂരതയും വലിയ പ്രതിഷേധം സൃഷ്ടിച്ചിരുന്നു. ഇതാണ് മുത്തങ്ങ പാക്കേജ് പ്രഖ്യാപിക്കാൻ സർക്കാർ നിർബന്ധിതരായത്.
മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തവരും അല്ലാത്തവരുമായ ആദിവാസികൾക്ക് ഒരേക്കർ കൃഷിഭൂമി നൽകുക, കൃഷി ഇറക്കാനും ഉപജീവനത്തിനുമായി 10,000 രൂപയുടെ ധനസഹായം നൽകുക, ആദിവാസികൾക്ക് അടച്ചുറപ്പുള്ള വീടുകളും തൊഴിലുകളും നൽകുക, ആദിവാസികളെ പുനരധിവസിപ്പിക്കുന്ന മേഖലകളിൽ കുടിവെള്ളം, വൈദ്യുതി, റോഡ്, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് സർക്കാർ മുത്തങ്ങ പാക്കേജിൽ നൽകിയത്. പാക്കേജിൻ്റെ ഭാഗമായി ആദിവാസികൾക്ക് നൽകാനായി സുൽത്താൻ ബത്തേരിയിലെ ചെട്യാലത്തൂർ, പൂക്കോട് ഡയറി പ്രോജക്റ്റ് ഭൂമി, മാനന്തവാടിക്ക് സമീപമുള്ള വനവല്ലി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭൂമി കണ്ടെത്തി. എന്നാൽ ആദിവാസികളോടുള്ള കൊടിയ വഞ്ചനയുടെ മറ്റൊരു ഉദാഹരണമായി മുത്തങ്ങ പാക്കേജ് മാറുകയായിരുന്നു. നൽകിയ ഭൂമിയിൽ പലതും വാസയോഗ്യമല്ലാത്തതും കൃഷിക്ക് യോജിച്ചതല്ലാത്തവയുമായിരുന്നു. പലയിടങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷം. ഇനിയും ഭൂമി ലഭിക്കാത്ത ധാരാളം കുടുംബങ്ങൾ ബാക്കി. ആദിവാസികളെ താമസിപ്പിച്ച ഇടങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം ഇന്നും അപൂർണം. ചുരുക്കത്തിൽ 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പ്രഖ്യാപിക്കപ്പെട്ട മുത്തങ്ങ പാക്കേജ് ഇന്നും ജലരേഖ മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് ആദിവാസികളെ പ്രതികളാക്കിക്കൊണ്ടുള്ള കേസിൽ കോടതി ഇന്ന് വിധി പറഞ്ഞത്. 2ാം പ്രതി ഒഴികെ മറ്റെല്ലാവരും കുറ്റവിമുക്തരാണെന്ന്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ 2ാം പ്രതി അശോകൻ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ ശിക്ഷ വിധിച്ചില്ല. 1ാം പ്രതി എം ഗീതാനന്ദൻ അടക്കമുള്ളവർ കുറ്റവിമുക്തരായി. 2ാം പ്രതി അശോകൻ്റെ വെട്ടേറ്റാണ് പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചത് എന്നാണ് കണ്ടെത്തൽ. വിചാരണയ്ക്കിടയിൽ 15 പ്രതികളാണ് മരണമടഞ്ഞത്. എന്നാൽ കൊല്ലപ്പെട്ട പോലീസുകാരൻ KV വിനോദിന് നീതി ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഈ കേസിൻ്റെ വിധി വരുമ്പോൾ മുത്തങ്ങ സമരം ഓർത്തുപോവുകയാണ്. മാത്രമല്ല, മുത്തങ്ങ സമരത്തിൽ പോലീസിൻ്റെ വെടിയുണ്ട നെഞ്ചിൽ തറച്ച ആദിവാസി യുവാവ് ജോഗിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് കാര്യമായ അന്വേഷണമൊന്നും പിന്നീട് നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യവും.